ഹലോ, നമ്മൾ ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ഷൂട്ട് ചെയ്യാൻ പോണത്. ഇന്ന് നമ്മൾ യൂട്യൂബിൻ്റെ ഇവൻറ്റിന് പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള, നിങ്ങളെല്ലാവരും ആ വ്ളോഗ് വീഡിയോ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്നത്തെ ഈ ഒരു ഇവൻറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതിൽ ഒരാൾ ഞാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആകാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആക്ച്വലി നമ്മൾ ലേറ്റായി, വേഗം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഇടാൻ പോവാണ്. ക്ലിനിക്കിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ നല്ലോണം ഇട്ട് കൊടുക്കാം. ഇന്നലത്തെ പരിപാടി ആക്ച്വലി നല്ലതായിരുന്നു. ഞാൻ ഇന്നലെ പേടിച്ച് വിറച്ചാണ് പോയത്. അതുകൊണ്ട് ഇന്നലെ എനിക്ക് ഗെറ്റ് റെഡി വിത്ത് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് അതുകൊണ്ട് ഞാൻ ഓക്കെ, ഇന്ന് എന്തായാലും ലേറ്റ് ആയാലും ഞാൻ ഷൂട്ട് ചെയ്തിട്ടേ പോകത്തുള്ളൂ, എല്ലാവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരുന്ന് ഷൂട്ട് ചെയ്തിട്ടേ പോകത്തുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുമായിരുന്നു. ഇന്നലെ ഞങ്ങളുടെ ഫസ്റ്റ് സെഷൻ്റെ ഒരു പകുതി ആയപ്പോഴാണ് എത്തിയത്. ഇവിടെ നിന്ന് കളമശ്ശേരിയിലായിരുന്നു, നമ്മുടെ പോർട്ട് സീരീസ് ഇല്ലേ, അവിടെയാണ് നടക്കണേ. അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്നപ്പോഴേക്കും ഇച്ചിരി ലേറ്റായി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങി. പിന്നെ എൻ്റെ സെഷനായപ്പോൾ ഞാനിങ്ങനെ വിറക്കട്ടെ, ശരിക്കും എൻ്റെ കൈ ഇങ്ങനെ കിടുകിടുകിടുകിടുകിട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാ ഇഷ്ടം ഞാൻ വിറക്കണേ, ഞാൻ തന്നെ എന്നോട് ഇങ്ങനെ പറയുക. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കാം, ഞാൻ എന്തിനാണ് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കണത്, കാരണം വിറക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് അറിയണ ആളുകളും പിന്നെ അങ്ങനെ നമ്മളങ്ങനെ ജഡ്ജ് ചെയ്യോ പേടിക്കേണ്ട ആവശ്യമുള്ള ഒരു പരിപാടിയല്ലല്ലോ. അത്ര ആളുകളുള്ളതുകൊണ്ട് നമ്മളോട് അങ്ങനെ മോശമായിട്ടൊന്നും ആരും ബിഹേവ് ചെയ്യില്ല. എന്നാലും എനിക്ക് അതിനു മുമ്പൊന്നും ഇങ്ങനെ എല്ലാവരോടും ആയിട്ട് സംസാരിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ പരിപാടി തുടങ്ങി പകുതി ആയപ്പോഴേക്കും എനിക്ക് പിന്നെ പേടി മാറി കേട്ടോ. പിന്നെ ഞാൻ അത്യാവശ്യമൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് അതിനെക്കാട്ടിലും കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കണത്. സോറി, ഇന്നത്തെ വീഡിയോ കുറച്ചൊരു കാഷ്വൽ ആയിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ഞാൻ വിചാരിക്കണത് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുമെന്നാണ് മൈക്കിലൂടെ. നമ്മൾ മൈക്കിലൂടെ അങ്ങനെ സംസാരിച്ചാൽ പിന്നെ ഇങ്ങനെ മൈക്ക് വെച്ചിട്ടല്ലാണ്ട് നമ്മൾ കയ്യിൽ മൈക്ക് പിടിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ അക്വലോജിക്കയുടെ മോയ്സ്ചറൈസറാണ്. കാരണം ഇത് കണ്ടോ, ഒരു സ്റ്റിക്കി മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമ്മൾ ഇടുന്ന ഫൗണ്ടേഷനൊക്കെ ഇതിൻ്റെ മേലെ ഇരിക്കും. ഇന്ന് നമ്മൾ ഫുൾ ഓൺ ഒരു ഫൗണ്ടേഷൻ മേക്കപ്പ് ലുക്കാണ് ചെയ്യണേ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ക്യാമറയിൽ നന്നായിട്ട് എടുത്തിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതാണ്. അയ്യോ, മേക്കപ്പ് ചെയ്യണ മുമ്പ് ഞാൻ എൻ്റെ ഡ്രസ്സ് ഇട്ടില്ലല്ലോ. ഡ്രസ്സ് ഇട്ടിട്ട് മേക്കപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ പിന്നെ ഡ്രസ്സ് ഇടുമ്പോഴേക്കും മേക്കപ്പ് ഫുള്ളായിട്ട് പോകും. ഇനി അടുത്ത ഞാൻ ഈ ഒരു കളർബാറിൻ്റെ പ്രൈമർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ക്ലിപ്പിംഗ് ഇല്ലായിരുന്നു കേട്ടോ. ഇത് പോണതിന് മുമ്പ് ഷൂട്ട് ചെയ്തുകൊണ്ട് കുറേ മിസ്റ്റേക്കുകൾ പറ്റി. എൻ്റെ വോയിസ് കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വോയിസ് ഓവർ ഇപ്പോൾ ചെയ്യേണ്ടി വരിക. പിന്നെ ഞാൻ കളർ കറക്ടർ യൂസ് ചെയ്തിരുന്നു, ഓറഞ്ച് കറക്ടർ. അതിന് ശേഷം ഫൗണ്ടേഷന് ഈ ഒരു ഇൻഫാലബിളിൻ്റെ ഈ ഫൗണ്ടേഷനും പിന്നെ ഈ ഒരു ഷാലറ്റിൻ്റെ ഈ ഒരു ഗ്ലോയി മീഡിയം ഷെയ്ഡിലുള്ള ഫൗണ്ടേഷനും മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പിന്നെ വേറൊരു ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്തായിരുന്നു കേട്ടോ, ലാക്മിയുടെ വാം ബീജ് ുള്ളത്. എന്നിട്ട് അതെല്ലാം കൂടി കയ്യിൽ ബ്ലെൻഡ് ആക്കിയിട്ട് ഞാൻ ഈ സ്പഞ്ച് യൂസ് ചെയ്ത് പിക്ക് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ വ്ളോഗ് കണ്ടിട്ട് ഈ ഡ്രസ്സ് എവിടെ നിന്നാണെന്ന് ചോദിച്ചിരുന്നത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്യിപ്പിച്ചെടുത്തതാണ് കേട്ടോ. കൊളാബറേഷൻ ആയിട്ടല്ലാതെ ഞാൻ പൈസ കൊടുത്ത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ആ പിൻട്രസ്റ്റിൽ നിന്ന് പിക്ചർ എടുത്തിട്ട്. പിന്നെ ഇതിൻ്റെ ഞാൻ ഉദ്ദേശിച്ചത് അകത്തൊരു ടോപ്പും അതിൻ്റെ പുറമേ കോട്ടുക. പക്ഷേ ടോപ്പും ഈ വെളിയിൽ കൊടുത്തിരിക്കുന്ന കോട്ടിൻ്റെ വെയിറ്റ് കാരണം അത് താഴോട്ട് പോകുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ടോപ്പിൻ്റെ കൂടെ തന്നെ ഈ കോട്ടും കൂടി സ്റ്റിച്ച് ചെയ്ത് കഴുത്തിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്ത് വെക്കാൻ. അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചപ്പോൾ ഈ കോട്ടിൻ്റെ വെയിറ്റ് കാരണം ഇങ്ങനെ നെക്ക് ഭയങ്കരമായിട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഫുള്ള് നിങ്ങൾക്ക് നെക്ക് ഇറങ്ങിയതായിരിക്കും കാണുന്നത്. അത് ഞാൻ കാണിക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതല്ല, അല്ലാതെ അതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോരായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ കംപ്ലീറ്റ് ഒരു ലുക്കിന് അങ്ങനെ കുറച്ച് ഡീപ്പായിട്ട് നെക്ക് വന്നേക്കണത് ഒരു എലഗൻറ്റ് ലുക്ക് വന്നിട്ടുണ്ട് അല്ലേ. എനിക്കിങ്ങനെ വ്ളോഗിനകത്തൊക്കെ ആങ്കർ ചെയ്യണ കാണുമ്പോൾ എനിക്ക് ശരിക്കും അങ്ങനെ നമ്മൾ ചില അവാർഡ് ഷോസിലൊക്കെ ഉള്ളവർ ഡ്രസ്സ് ഇങ്ങനെ വരുമ്പോൾ ഒരു ഭംഗിയില്ല, അതേപോലെ എനിക്ക് ഡ്രസ്സായിട്ട് തോന്നിയായിരുന്നു. പിന്നെ അതിന് ശേഷം ഞാൻ കണ്ണിൻ്റെ അടി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോറിയലിൻ്റെ ഇൻഫാലബിൾ കൺസീലർ യൂസ് ചെയ്തിട്ട് ആദ്യമേ കൈ കൊണ്ട് കണ്ണിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ ബ്രഷ് കൊണ്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാണ്. അതിനുശേഷം പിന്നെ ഞാൻ ഹുഡ ബ്യൂട്ടിയുടെ ഒരു ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്തിട്ട് കണ്ണിനടി ബേക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് പിക്ക് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഞാനത് രാവിലെ എഴുന്നേറ്റ് ഉടനെ വന്ന് റെഡി ആവണതാണ് കേട്ടോ. ഇതെനിക്ക് വേണ്ടി ഞാൻ 7 മണിക്കാണോ 7 മണിക്കോ 6:30ക്കോ ആണ് റെഡി ആവണത്. അപ്പോൾ അതാണ് ഉറക്കപ്പിച്ചിൽ മുടിയൊക്കെ ഇങ്ങനെ അമ്മച്ചിക്കെട്ടൊക്കെ കെട്ടി വെച്ചിരിക്കണത്. അപ്പോൾ കണ്ണിന് അടിയിൽ ഇട്ടിട്ടുണ്ട്.
പിന്നെ ബാക്കിയുള്ളത് ഞാൻ ഫേസ് ഫുള്ള് ഇട്ട് കൊടുക്കുകയാണ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ച് ചെയ്യേണ്ടായിരുന്നു, എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കായിരുന്നു ഞാൻ. പക്ഷേ സംസാരിച്ച് ചെയ്ത് വീഡിയോ ഒക്കെ ഒരു എൻഗേജിങ് ആവട്ടെ എന്ന് ഓർത്ത് നിന്നിട്ടോ അതിൻ്റെ വോയിസ് തൊട്ട് കറക്റ്റ് കിട്ടിയതുമില്ല. എനിവേ പോട്ടെ. പിന്നെ ഞാൻ അത് ഐബ്രോസ് സെറ്റ് ചെയ്യാണ്. ഐബ്രോസിന് ഞാൻ പാക്കിൻ്റെ ഈ ഒരു ഐബ്രോ കിറ്റാണ് ഇട്ട് എടുക്കണേ. ഇതിനകത്ത് നിന്ന് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് എൻ്റെ ഐബ്രോസിൻ്റെ ഹൈ പോയിൻറ്റ്സ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ആ ബേക്കിംഗ് പൗഡർ കണ്ണിനടിയിൽ തന്നെ വെച്ചിരിക്കുകയാണ്, അതൊന്ന് സെറ്റായി വരാൻ വേണ്ടി. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അത് തട്ടിക്കളയുമ്പോൾ നമുക്കൊരു ഹൈലൈറ്റഡ് ആയിട്ട് ഫീൽ വരും. പിന്നെ ഞാൻ നിക്സിൻ്റെ പാലറ്റ് എടുത്തിട്ട് അതിനകത്തു നിന്നുള്ള ഒരു ന്യൂഡ് ഷെയ്ഡ് വെച്ച് കണ്ണിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഞാൻ ന്യൂഡാണ്, എനിക്കുണ്ടല്ലോ ഇതിന് ഗ്ലിറ്റർ കൊടുത്താൽ നല്ലതായിരിക്കും ഈ ഡ്രസ്സിന്. പക്ഷേ എനിക്ക് ഗ്ലിറ്റർ എപ്പോൾ ഞാൻ കൊടുത്താലും ഞാൻ വേറെ ഞാനായി പോയ പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലിറ്റർ കൊടുക്കാതിരുന്നത്. എനിക്ക് എപ്പോഴും എന്നെ കണ്ട രീതിയിൽ കാണുമ്പോഴാണ് എനിക്കൊരു സമാധാനം. അപ്പോൾ ഗ്ലിറ്റർ കൊടുത്താൽ കുറച്ച് ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ ന്യൂഡിൽ ഞാൻ കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ ന്യൂഡ് ഷെയ്ഡാണ് കൊടുത്തത്. കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു ന്യൂഡ് ഷെയ്ഡ് കൊടുത്ത് പിന്നെ അതിൻ്റെ പുറത്തുണ്ടല്ലോ ഞാൻ കുറച്ചൊരു പിങ്ക് കൊടുത്തിട്ടോ ന്യൂഡിൻ്റെ പുറമെ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ലിപ്സിൽ പിങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഒരു ഹൈലൈറ്റർ എൻ്റെ ഐബ്രോസിൻ്റെ ആർച്ചിലിട്ട് കൊടുത്തു, അപ്പോൾ നമുക്കൊരു ഹൈലൈറ്റഡ് ആയിട്ട് തോന്നിക്കാം. പിന്നെ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ ഒരു ബ്ലഷ് എടുക്കുന്നുണ്ട്, നല്ല ബ്ലഷ് ആട്ടോ. ഇതിൻ്റെ ഒക്കെ ഷെയ്ഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇതെന്നിട്ട് ഞാൻ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് കയ്യിൽ ബ്ലെൻഡ് ചെയ്ത്, ഞാൻ എൻ്റെ ഫേസിലിടുന്ന എല്ലാ മേക്കപ്പും ഞാൻ കയ്യിൽ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഇടാറുള്ളത്. എല്ലാ സാധനം, എല്ലാ ക്രീം പ്രോഡക്റ്റ് കേട്ടോ, പൗഡർ പ്രോഡക്റ്റും കയ്യിലിട്ടിട്ടാണ് ഇടാറ്. ബേസിക്കലി മൊത്തം ഞാൻ പൗഡർ എല്ലാ സാധനവും കയ്യിലിട്ട് ബ്ലെൻഡ് ആക്കിയിട്ടാണ് ഇടുക. അപ്പോൾ ഇങ്ങനെ പൊടി പോലെയോ അല്ലെങ്കിൽ കേക്കി ആയിട്ടോ വരില്ല. സ്പെഷ്യലി എൻ്റെ ഒരു ടെക്സ്ചേർഡ് സ്കിന്നല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി ചെയ്തില്ലെങ്കിൽ കുറേ കൂടി കേക്കി ആയിട്ട് ടെക്സ്ചേർഡായിട്ട് തോന്നും. അപ്പോൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ മേളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, എൻ്റെ ചീക്സിൻ്റെ മേളിലോട്ട്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ലോങ് ആയിട്ടുള്ളൊരു ലുക്ക് വരും. ഞാൻ ചിലപ്പോൾ എൻ്റെ ചീക്സിലിടാറുണ്ട് കേട്ടോ, കുറച്ച് ചീക്സിലോട്ട് കയറ്റി. പിന്നെ നിങ്ങൾക്ക് ഒരുപാടായിപ്പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള സ്പഞ്ച് യൂസ് ചെയ്ത് ഒന്നും കൂടി അതിൻ്റെ മേലെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവും കേട്ടോ. എപ്പോൾ നിങ്ങൾക്ക് ബ്ലഷ് കൂടിപ്പോയി തോന്നാലും, എസ്പെഷ്യലി ക്രീം ബ്ലഷൊക്കെ പെട്ടെന്ന് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ബ്ലഷ് നമ്മുടെ ഫേസിൽ വരുമ്പോൾ മൊത്തത്തിലുള്ളൊരു കളറ് നമ്മുടെ ഫേസിൽ മാറും. പിന്നെ ഞാൻ എന്താ ചെയ്യണേ, പിന്നെ അതിന് ശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നൈക്കയുടെ ഗേൾ പവർ എന്നുകൊണ്ടുള്ള ലിപ്സ്റ്റിക്കാണ്. ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്, ഒരു മോവ് പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഈ ഡ്രസ്സിന് ഈ കളർ എനിക്ക് മാച്ച് ചെയ്ത് പോകും തോന്നി. പിങ്കും ബ്ലൂവും കൂടി നല്ല രസമായിട്ട് പോകില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ലിപ്സ്റ്റിക്ക് കൊടുത്തത്. ഇത് ലിക്വിഡ് ആയതുകൊണ്ട് അത്യാവശ്യം ലോങ് ലാസ്റ്റും ചെയ്യും. പിന്നെ ഞാൻ ഒന്ന് കോൺടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ബ്ലഷ് ഇട്ടതിൻ്റെ നേരെ താഴത്താണ് കോൺടോർ ചെയ്ത് കൊടുക്കുന്നത്. ഇത് കളർബാറിൻ്റെ കോൺടോർ ഹൈലൈറ്റിംഗ് പാലറ്റ് യൂസ് ചെയ്തിട്ടാണ് കോൺടോർ ചെയ്യണേ. പിന്നെ എൻ്റെ ചീക്സും മറ്റേ ജോ ലൈൻ്റെ അവിടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊക്കെ ഞാൻ ആ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു എൻ്റെ ഫേസും അതുപോലെ കഴുത്തും ഒരേപോലെ കളറിൽ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കണേ. ഞാൻ സാധാരണ കഴുത്തിൽ ഫൗണ്ടേഷൻ ഇടാറില്ല, പക്ഷേ ഈ പരിപാടിക്ക് ഞാൻ ഫൗണ്ടേഷൻ കഴുത്തിലിട്ടിരുന്നു. പിന്നെ അറ്റ് ലാസ്റ്റ് ഞാൻ ഈ ഒരു പാക്കിൻ്റെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. കുറച്ച് ദൂരെ വെച്ചിട്ട് ഫുള്ളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഈ പാക്കിൻ്റെ ഈ സെറ്റിംഗ് സ്പ്രേ നല്ല ഫൈനായിട്ടുള്ള മിസ്റ്റാണ് ഇതിനുള്ളത്. എന്നിട്ട് കുറച്ച് നേരം അതൊന്ന് അബ്സോർബ് ആവാനായിട്ട് വയ്ക്കുക. ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. പിന്നെ നിങ്ങൾക്ക് അത്ര ഓക്സിഡൈസേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇനിയാണ് നമ്മുടെ മെയിൻ ടാസ്ക്, എൻ്റെ മുടി എന്ത് ചെയ്യും എന്നുള്ളത്. ഇനി നമ്മൾ കുറച്ച് ഹൈലൈറ്റർ ഇടാൻ പോവാണ്. ഇത് മാക്കിൻ്റെ ഹൈലൈറ്റർ ആണ്. അപ്പോൾ ആദ്യം ഞാൻ തിരിച്ച് നോക്കി ഓൾറെഡി ഒരു നോക്കോളാം, നമുക്കല്ലാതെ ചീക്സിലിടാം. മൊത്തത്തിൽ ഇന്നത്തെ എൻ്റെ മേക്കപ്പ് എനിക്ക് അത്യാവശ്യം നല്ലോണം ഇഷ്ടമായിട്ടോ. ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചില്ല അത്ര നന്നായിട്ട് വരുന്നത്. സാധാരണ ഞാൻ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ എപ്പോഴും എൻ്റെ ഫേസ് ഡാർക്കനായി പോവാറാണ് സാധ്യത. പക്ഷേ ഇതിപ്പോൾ വൈകുന്നേരം വരെ ആയിട്ടും അങ്ങനെ ഡാർക്കായി പോയിട്ടുണ്ടായിരുന്നില്ല. അതെനിക്ക് തോന്നുന്നു AC തന്നെ ഇരുന്നത് കൊണ്ടാണോ എന്നും അറിയാൻ വയ്യ. പിന്നെ കളർ കറക്റ്റർ നല്ലോണം ഞാൻ ഇട്ടിരുന്നു, അതുകൊണ്ടാണോ എന്ന് അറിയില്ല. ഓക്കെ, ആദ്യം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് അയൺ ചെയ്യാം. ഈ മേക്കപ്പ് ഇട്ടതിന് മുഖം ചൊറിഞ്ഞാലേ പ്രശ്നം, മാറ്റാൻ പറ്റത്തില്ല. ഇത് ആക്ച്വലി കുറച്ച് സെഷൻ ഓഫ് ഹെയർ എടുത്താൽ ചെയ്യണ്ടേ. ഇന്ന് എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാനുള്ള സമയമില്ല, അതുകൊണ്ട് ഞാനങ്ങ് പരത്തി ചെയ്യുമ്പോൾ
ഞാൻ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഈ ഐക്കോണിക്കിൻ്റെ ഇത് ചെയ്യുന്നത്. ഐക്കോണിക്കിൻ്റെ എന്താ പ്രശ്നം എന്നോ, നല്ലോണം സ്ട്രെയിറ്റ് ആയി കിടക്കും, നല്ല ലോങ് ലാസ്റ്റ് ചെയ്ത് കിടക്കും നിങ്ങളുടെ എത്ര കേളി ഹെയർ ആണെങ്കിലും. പക്ഷേ മുടിക്ക് ഭയങ്കര ഡാമേജിങ് ആവും, മുടി ഭയങ്കരമായിട്ട് പൊട്ടിപ്പോവും. എല്ലാവരും പറയും അങ്ങനെയൊന്നും അല്ല. ഇന്നലെ എനിക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് ഇന്നലെ നമ്മുടെ മേക്കപ്പ് കഴിയുന്ന ഒരു ആളെ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നേ, മേക്കപ്പും ഹെയറും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ പറയായിരുന്നു ഐക്കോണിക്ക് നല്ലത്, ഐക്കോണിക്ക് ഇഷ്ടം മുടി കംപ്ലൈൻറ്റ് അങ്ങനെ ആവാറില്ല എന്ന്. പക്ഷെ എനിക്ക് കംപ്ലൈൻറ്റ് ആയി. എനിക്ക് അമ്മൂസിൻ്റെ മുടിയും നല്ലോണം പൊട്ടിപ്പോയതിന് ശേഷം കരാന്ന് ഒച്ച വേണ്ടി ഇതിനകത്ത് ഈ സെറ്റിംഗ് സ്പ്രേ ഇരുന്നിട്ട് പിന്നെ ഇന്നത്തെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പരിപാടിക്ക് ഇങ്ങനെ ഡിസൈനൊക്കെ ചെയ്ത് അത്ര എഫേർട്ടൊക്കെ എടുത്തിട്ട് ചെയ്യണേ. മുമ്പ് അത്രയും ഞാനിങ്ങനെ ഇത് ഞാൻ ഈ പരിപാടിക്ക് ഇട്ട 2 ഡ്രസ്സ് ഞാൻ തന്നെ ഡിസൈൻ പിൻട്രസ്റ്റിൽ നോക്കി കണ്ടുപിടിച്ച് ചെയ്താൽ. മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും എനിക്ക് 2 പൊട്ടിക്കായിട്ട് വേറെ കൊളാബറേറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ അത് ചെയ്തപ്പോഴേക്കും ഞാൻ അവരോട് തന്നെ എനിക്ക് എന്താ ചേരണ വെച്ചാൽ അങ്ങനെ എടുത്തോ എന്ന് പറയാൻ, എനിക്ക് ഇതൊന്നും അന്വേഷിച്ച് പിടിക്കാമെന്നുള്ള കഴിവില്ല. എനിക്ക് അതൊന്നും അറിയില്ല എന്നുള്ള വിചാരമായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്കായിരിക്കും നല്ല അറിയണേ വെച്ചിട്ട് അങ്ങനെ ചെയ്തോളാൻ പറയാൻ ചെയ്യാം. ഇപ്രാവശ്യം പക്ഷെ ഞാൻ തന്നെ നോക്കി കണ്ടുപിടിച്ച് ഇങ്ങനത്തെ ഡ്രസ്സ് വേണം, ഇന്ന കളർ വേണം, ഈ കളർ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടൊക്കെയാണ് ഇപ്രാവശ്യം നമ്മൾ സെറ്റ് ചെയ്തത്. ഇപ്രാവശ്യം ഞാൻ സെറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് പറയുന്നു. ഇങ്ങനത്തെ ഡ്രസ്സ് നല്ലതായിരുന്നു എന്ന് കുറേ പേര് അവിടെ ചെന്ന് പറഞ്ഞു. വ്യത്യാസം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ മുന്നേ എന്നെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് കണ്ടത്. ഇന്നലെ പിന്നെ ഫുൾ ഓൺ മേക്കപ്പ് ഒക്കെ ആയിപ്പോൾ കുറച്ചുകൂടി വേറെ ആയിരുന്നു വെച്ചാൽ ഭയങ്കര വെളിയിൽ നിന്ന് മേക്കപ്പ് ചെയ്യുമ്പോൾ വേറൊരു ഭംഗിയല്ലേ, ഭയങ്കര ഹെവി മേക്കപ്പ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇപ്പം എൻ്റെ സ്കിൻ ഇങ്ങനെ അടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാരണം അത്ര ഹെവിനെസ് തോന്നത്തില്ല. കാരണം എൻ്റെ മുഖം ഞാൻ തന്നെ ഇട്ടിട്ട് എനിക്ക് നല്ല ശീലമാണല്ലോ എങ്ങനെ എൻ്റെ മുഖം ഇരിക്കുക, എന്ത് ടെക്നിക്സ് യൂസ് ചെയ്യുമ്പോഴാണ് എനിക്ക് സൂട്ടബിൾ ആവണേന്നൊക്കെ. അപ്പം അങ്ങനെ ഞാൻ ഇതിപ്പോൾ എൻ്റെ മുഖത്ത് എനിക്ക് അങ്ങനെ ഹെവിനെസ് ഇല്ല, ഹെവി ആയിട്ടാണ് കാണാൻ ഫീൽ ചെയ്യില്ല എന്നാണ് വിചാരിക്കണത്. മേക്കപ്പ് ഇട്ടിട്ട് അറിയാൻ പറ്റും, പക്ഷെ അല്ലാതെ ഇങ്ങനെ എന്താ പറയുക ഹെവി മേക്കപ്പ് ആണെന്ന് കല്യാണത്തിനൊക്കെ ഇടുന്നവർക്ക് അങ്ങനെ തോന്നത്തില്ല. ഇന്നലെ പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു, മുടിയൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ കേൾ ചെയ്ത് ഫ്രണ്ടിലൊക്കെ ഇട്ട് ഭയങ്കര ഒരു ഇന്നലത്തെ തൊട്ട് വീഡിയോസിൽ എനിക്ക് എന്നെ തന്നെ കാണുമ്പോൾ ഭയങ്കര പോലെയൊക്കെ ഉണ്ട് അങ്ങനെ തോന്നുമായിരുന്നു. എല്ലാവരും ഇങ്ങനെ സെൽഫിയൊക്കെ എടുത്ത സെൽഫിയിലെ ഫോട്ടോസിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, ഒരു രസമുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ അയൺ മെഷീൻ കൊണ്ടുപോകാം, എന്നിട്ട് അവിടെ ചെന്ന് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം സമയം 9 മണിയായി. നമുക്ക് ഊബർ ബുക്ക് ചെയ്തിട്ട് പോവാം. ഞാൻ വേറെ ഒന്നും ചെയ്യണം കുഴപ്പമില്ല. കമ്മൽ ഇനി നമ്മൾ കമ്മൽ ചെയ്തിടണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ ഞാൻ ഓൾറെഡി കമ്മലൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെഡ്ഡിങ് ചാംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ സ്ഥിരമായിട്ട് എടുക്കാറുള്ള റെൻ്റലിന് കൊടുക്കുന്ന ജ്വല്ലറി ഷോപ്പില്ലേ, അവിടെ നിന്ന് എടുത്തതാണ്. ഞാൻ ഇന്ന് എടുത്തത് ഫുള്ളൊരു ഗ്ലിറ്റർ മയമുള്ള സാധനമാണ്. അപ്പോൾ നമുക്കിത് 1-2 ഇട്ട് നോക്കാം. എല്ലാം ഏകദേശം ഒരേപോലെ ഇരിക്കുന്ന സാധനം എടുക്കുന്നത്. ഇത് കണ്ടിട്ട് നമ്മൾ സാധാരണ കമ്മല പോലെ അല്ല, ഇത് ഇങ്ങനെ കാണിക്കുക. പക്ഷെ ഇവിടെ ഇതിൽ തന്നെ ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുള്ളത് കൊള്ളാല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് കണ്ട അങ്ങനെ അതിൽ തന്നെ ഫിറ്റ് ആക്കിയിട്ടുള്ളത്. തോന്നുന്നത് ഇതാണ് വെച്ചിട്ട് പറഞ്ഞാൽ ഇതല്ലേ നിൻ്റെ കൂടെ എടുക്കണേ. ഓക്കെ, അപ്പം ഞാൻ കഴുത്തിലും കൂടിയിട്ട് ഒന്ന് ബ്രൗൺ സീറ്റ് നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് ഈ കാണുന്ന ഇവിടെയൊക്കെ നമുക്ക് എവിടേക്കാണോ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരണേ ആ ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന സ്ഥലത്തൊക്കെ ബ്രൗൺസർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഹൈലൈറ്റർ കൊടുക്കാം. ഹൈലൈറ്റർ ഇങ്ങനെ ഹൈ പോയിന്റ്സിൽ കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ എല്ലിങ്ങനെ പൊങ്ങി നിൽക്കത്തില്ല, ആ എല്ല് പൊങ്ങി നിൽക്കുന്ന അടുത്ത് വേണം ഹൈലൈറ്റർ കൊടുക്കാൻ. ഇതുണ്ടല്ലോ ഈ ഡ്രസ്സ്, ഈ സാധനം ഈ കോട്ട് സെപ്പറേറ്റ് ഉള്ളതും അകത്തെ സാധനം സെപ്പറേറ്റ് മേടിച്ച് തയ്ച്ചു പോവാം. അപ്പോൾ അതുകൊണ്ട് ഈ തിളങ്ങണ സാധനത്തിന് ഭയങ്കര വെയിറ്റ് കൂടുതലാണ്, റേറ്റ് കൂടുതലാണ്, അതുപോലെ അതിന് വെയിറ്റ് കൂടുതൽ. ഇത് ഞാൻ എന്തോരം കാണാൻ അറിയാത്തതാണ്. ഓ, എനിക്ക് മസ്കാര ഇടാനുള്ള സമയമില്ല. പക്ഷെ മസ്കാര അല്ല, ലാഷസ്. ഇന്നലെ ഞാൻ മേക്കപ്പ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് എന്തൊക്കെയാണ്
കൊണ്ടുപോകേണ്ടതെന്നുള്ള വലിയ ഐഡിയ ഇല്ലായിരുന്നു അങ്ങോട്ട് പോകുമ്പോൾ. അതുകൊണ്ട് ഒരു സാധനം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ആവശ്യമുള്ളൊന്നും വെറുതെ ആവശ്യമില്ലാത്ത കുറേ എണ്ണം കൊണ്ടുപോയി. ഇന്നിപ്പോൾ നമുക്ക് ഞാൻ ഈ ലാഷസ് കൊണ്ടുപോകാം, ലാഷ് കേളർ കൊണ്ടുപോകാം, ബ്ലഷ് കൊണ്ടുപോകണം. ഇന്ന് ഞാൻ യൂസ് ചെയ്ത പെട്ടിയപ്പാടെ കൊണ്ടുപോകാം. നമുക്ക് ഈ സാധനം വെച്ചിട്ടൊന്നിങ്ങനെ സെപ്പറേറ്റഡ് ആക്കി കൊടുക്കാം. കണ്ടില്ല എൻ്റെ മേക്കപ്പ് ബേസാണല്ലോ, അങ്ങനെ ഒരുപാട് കേക്ക് ചെയ്യാൻ തോന്നില്ലല്ലോ. എൻ്റെ മുഖത്തുള്ള ടെക്സ്ചർ എന്തായാലും എടുത്തറിയും കേട്ടോ. അതല്ലാതുള്ളൊരു കേക്കിനെസ് ഇല്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ. ഞാൻ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ അവിടെ ചെന്ന് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.